ഉമ്മൻചാണ്ടിയെ വെട്ടാൻ സാക്ഷാൽ എ.കെ. ആന്റണി തന്നെ രംഗത്ത്. സംസ്ഥാനത്ത് നിന്ന് ഉമ്മൻചാണ്ടി അടുത്ത ലോക്സഭാ സ്ഥാനാർത്ഥിയാകണമെന്ന മുറവിളിക്ക് പിന്നിൽ എ.കെ. ആന്റണിയാണ്. പണ്ട് കെ. കരുണാകരനെ ഓടിച്ച അതേ സ്ഥിതിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിക്കും സംഭവിക്കാൻ പോകുന്നത്. കേരള കോൺഗ്രസിലെ തുറന്ന പോരും ഇതിന് വഴിവെച്ചിട്ടുണ്ട്. ലോക്സഭാ സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ കലഹം രൂക്ഷമാകുകയാണ്. മാണി ജോസഫ് ഗ്രൂപ്പുകൾ തുറന്ന പോരിലേക്കാണ് നീങ്ങുന്നത്. മാണിയെ വെട്ടി സീറ്റ് കൈയടക്കി മേൽക്കൈ നേടാനുള്ള തന്ത്രമാണ് ജോസഫ് ഗ്രൂപ്പ് പയറ്റുന്നത്. ഉമ്മൻചാണ്ടിയെ മത്സരത്തിനിറക്കണമെന്ന ആവശ്യവും അതിന്റെ ഭാഗമാണ്. ഇതിനു പിന്നിലും ജോസഫ് ഗ്രൂപ്പാണെന്ന വാദവും ശക്തമായി കഴിഞ്ഞു. പി.ജെ. ജോസഫും എ.കെ. ആന്റണിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയാണ് ഈ സംശയം ശക്തമാക്കുന്നത്. നേരത്തെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞിരുന്ന ഉമ്മൻചാണ്ടി ഇന്നലെ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ നോക്കാമെന്ന് പറഞ്ഞതും ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ UDF യോഗത്തിൽ ജോസ് കെ മാണിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ജോസഫ് 2 സീറ്റ് എന്ന ആവശ്യം മുന്നോട്ട് വെച്ചത്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയും ചാലക്കുടിയുമായിരുന്നു അദ്ദേഹം ആവശ്യപ്പെട്ടത്. മാണി വിഭാഗം പോലും പ്രതീക്ഷിക്കാത്ത നീക്കമായിരുന്നു ജോസഫ് ഗ്രൂപ്പിൽ നിന്നുണ്ടായത്. അപ്രതീക്ഷിതമായി ചാലക്കുടി സീറ്റ് ജോസഫ് ആവശ്യപ്പെട്ടപ്പോൾ പാർട്ടിക്കുള്ളിൽ ആശയക്കുഴപ്പവും ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ കുറെ നാളായി കേരള കോൺഗ്രസിൽ ജോസ് കെ മാണി തന്നെക്കാൾ മുകളിൽ പോകുന്നതിനോട് ജോസഫിന് കടുത്ത അമർഷമുണ്ടായിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കാണുന്നത്. കോട്ടയം സീറ്റ് വിട്ടുകൊടുത്തിട്ട് ഇടുക്കിയും ചാലക്കുടിയും കൈപ്പിടിയിൽ ഒതുക്കാനാണ് ജോസഫിന്റെ നീക്കം. കോട്ടയം സീറ്റിൽ ഉമ്മൻചാണ്ടി എന്ന ആശയം മുന്നോട്ട് വെച്ചതിന് പിന്നിലും ഇതായിരുന്നു ലക്ഷ്യം. ഉമ്മൻചാണ്ടിക്ക് മത്സരിക്കാൻ വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടാൽ വിട്ടുകൊടുക്കാൻ മാണി ഗ്രൂപ്പ് നിർബന്ധിതരാകും. ഉമ്മൻചാണ്ടി മത്സരിക്കാനില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ അദ്ദേഹത്തിന് വഴങ്ങേണ്ടി വരും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജോസഫ് ആന്റണി കൂടിക്കാഴ്ചയെ പലരും നോക്കിക്കാണുന്നത്. ആന്റണി ഇടപെട്ടാൽ ഉമ്മൻചാണ്ടി മത്സര രംഗത്തേക്ക് വരുമെന്നാണ് വിലയിരുത്തൽ. ഉമ്മൻചാണ്ടി രംഗത്തിറങ്ങിയാൽ ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാമെന്ന അഭിപ്രായം കോൺഗ്രസിൽ ഒരു വിഭാഗത്തിനുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിയെ ഒതുക്കാനാണ് ഈ നീക്കമെന്നാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടവരുടെ ആരോപണം. ഉമ്മൻചാണ്ടി മത്സരിച്ച് ലോക്സഭയിലേക്ക് പോയാൽ അദ്ദേഹത്തിന് മാത്രം ലഭിക്കാൻ സാധ്യതയുള്ള 50 വർഷം ഒരേ നിയോജക മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി നിയമസഭാംഗമായി എന്ന റെക്കോർഡ് നഷ്ടമാകും. രാജ്യത്ത് മറ്റൊരു കോൺഗ്രസുകാരനും ഇതിന് ഉടമയല്ല. ഇതില്ലാതാക്കുകയും കേരളത്തിൽ ഗ്രൂപ്പ് രാഷ്ട്രീയത്തെ തകർക്കുകയുമാണ് ഈ നീക്കത്തിന്റെ പിന്നിലെന്നും ആരോപണമുണ്ട്. എന്നാൽ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ജോസഫ് ഗ്രൂപ്പും ശക്തമായി വാദിക്കുന്നുണ്ട്. അങ്ങനെ വന്നാൽ കോട്ടയം വിട്ടുകൊടുത്തിട്ട് ഇടുക്കിയും ചാലക്കുടിയും നേടുകയെന്നതാണ് ജോസഫ് ഗ്രൂപ്പ് തന്ത്രം. ഈ സീറ്റുകൾ ലഭിച്ചാൽ ഇടുക്കിയിൽ നിന്ന് ജോസഫ് തന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കും. ചാലക്കുടി സീറ്റ് തോമസ് ഉണ്ണിയാടന് നൽകി അദ്ദേഹത്തെ ഒപ്പം നിർത്തുകയും ചെയ്യും. ഈ 2 സീറ്റുകളിൽ ജയിച്ചു വരികയും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു സർക്കാർ ഉണ്ടാവുകയും ചെയ്താൽ അവിടെ മന്ത്രിസ്ഥാനത്തിന് വിലപേശാനുള്ള കരുത്ത് അതോടെ ജോസഫിനുണ്ടാകും. ഇതാണ് കണക്കുകൂട്ടൽ. അങ്ങനെ വന്നാൽ തൊടുപുഴ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ മക്കളിൽ ആരെങ്കിലും മത്സരിപ്പിക്കുകയും ചെയ്യാം. ഇതിനൊന്നും എതിരു പറയാൻ കെ.എം. മാണിക്ക് കഴിയുകയുമില്ല. ഇനിയിപ്പോൾ കോട്ടയം വിട്ടുകൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ സീറ്റിന് ജോസഫ് അവകാശവാദം ഉന്നയിക്കും. കോട്ടയത്തെ MP ആയിരുന്ന ജോസ് കെ മാണിയെ രാജിവെപ്പിച്ച് രാജ്യസഭാംഗമാക്കിയത് ചൂണ്ടിക്കാട്ടിയാകും ജോസഫ് അവകാശവാദം ഉന്നയിക്കുക. കോട്ടയം സീറ്റിൽ മോൻസ് ജോസഫിനെ മത്സരിപ്പിക്കാൻ ജോസഫ് തയ്യാറാകും. എന്നാൽ ജോസഫിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാൻ മാണി ഗ്രൂപ്പ് തയ്യാറുമല്ല. കോട്ടയം വിട്ടുകൊടുത്തില്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ ഇടുക്കിയിൽ നിന്ന് സ്ഥാനാർത്ഥിയാക്കാനാണ് നീക്കം. കോട്ടയം സീറ്റിനായി മാണി ഗ്രൂപ്പിൽ നിന്ന് തന്നെ നിരവധി പേർ രംഗത്തുണ്ട്. തോമസ് ചാഴിക്കാടൻ, ജോയി എബ്രഹാം, തോമസ് ഉണ്ണിയാടൻ തുടങ്ങി വൻ പട തന്നെ തയ്യാറെടുത്ത് മുന്നിലുണ്ട്. ഇവരെ ഒഴിവാക്കുക എന്നത് മാണിയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമായിരിക്കും. പാർട്ടിയിൽ ജോസ് കെ മാണി കൈവരിക്കുന്ന മേൽക്കൈ ലോക്സഭാ സീറ്റിലൂടെ അട്ടിമറിക്കുകയാണ് ജോസഫിന്റെ ലക്ഷ്യം. ഇത് മാണി ഗ്രൂപ്പിൽ വൻ കലഹത്തിന് വഴിവെക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.